വന്ന കോളേജിനെ കുറിച്ച് ഒരു ലോഡ് ക്ലൂ തരട്ടെ? അല്ലെങ്കിൽ വേണ്ട, ഒരൊറ്റ ക്ലൂ മതി. മമ്മൂക്ക പഠിച്ച കോളേജ്. കിട്ടിയില്ലേ? അതെ, മഹാരാജാസ്. ഒരു രക്ഷയുമില്ലാത്ത അലുമിനികൾ. നടന്മാരാണെങ്കിൽ ദിലീപ്, പെപ്പെ, ബാബുരാജും ബാബു നമ്പൂതിരിയും, നാദിർഷയും അബിയും സലീംകുമാറും, നമ്മൾ ശങ്കരാടിച്ചേട്ടൻ വരെ ഇവിടെ പഠിച്ചതാ പോലും. ഇനി നടിമാരാണേലോ? ജ്യോതിർമയി, സരയു, സാഹിത്യകാരന്മാരായ അഷിത, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ചങ്ങമ്പുഴ, സച്ചിദാനന്ദൻ, എം ലീലാവതി, എൻ വിജയൻ, പ്രിയ AS, സുഭാഷ് ചന്ദ്രൻ, വൈലോപ്പിള്ളി. ഇനി രാഷ്ട്രീയക്കാരാണേലോ? വയലാർ രവി, തോമസ് ഐസക്, CD സാഹിബ്, PT തോമസ്, മേഴ്സി രവി. ഇങ്ങനെ സകല മേഖലകളിലും അലൂമിനികൾ നിറഞ്ഞൊരു ലെജൻഡറി കോളേജ്. ഇനി സംവിധായകരാണെങ്കിലോ? ആഷിഖ് അബു, അമൽ നീരദ് തുടങ്ങിയവർ. മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന വിഷയത്തിൽ മാത്രം വേണേൽ ഒരു വീഡിയോ ചെയ്യാം. 1875 ഈ കോളേജ് ആരംഭിച്ചത്. അതെ, 150 വർഷങ്ങൾക്ക് മുന്നേ. പക്ഷേ 1845 തന്നെ കൊച്ചിൻ സർക്കാർ ഒരൊറ്റമുറിയിൽ ഇംഗ്ലീഷ് വിദ്യാലയമായി ഇത് ആരംഭിച്ചു കേട്ടോ. ബ്രിട്ടീഷുകാരുടെ ഭാഷണം സ്വയം പര്യാപ്തമായി വിവർത്തനം ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം. 1875 കോളേജായി ഉയർത്തപ്പെട്ടു. മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലായിരുന്നു. അന്നു മുതൽ തന്നെ ഹോസ്റ്റലും ഇവിടെ ഉണ്ടായിരുന്നു. 1925 സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ നോബൽ ജേതാവ് CV രാമനും മുൻ രാഷ്ട്രപതി S രാധാകൃഷ്ണനുമായിരുന്നു അതിഥികൾ. നഗരഹൃദയത്തിൽ 25 ഏക്കറിൽ വേമ്പനാട്ട് കായൽക്കരയിൽ ഒരു ക്യാമ്പസ്. ആധുനികതയുടെ ഫ്രഷ്നെസ്സും പഴമയുടെ പ്രൗഢിയും ചേർന്ന വാസ്തുരൂപമാണ് മഹാരാജാസ്. 135 വർഷത്തോളം പഴക്കമുള്ള ലൈബ്രറിയിൽ 100,000-ഓളം പുസ്തകങ്ങളുണ്ട്. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നിങ്ങനെ നിരവധി കളികൾക്കായുള്ള സൗകര്യങ്ങൾ കോളേജിലുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ, G ശങ്കരക്കുറുപ്പ്, ONV കുറുപ്പ്, MK സാനു തുടങ്ങിയവരൊക്കെ ഇവിടെ അധ്യാപകരായിരുന്നു. ശക്തമായ രാഷ്ട്രീയ അടിയൊഴുക്കുകളുള്ള കോളേജാണ് മഹാരാജാസ് എന്ന് പറയുമ്പോൾ തന്നെയും അഭിമന്യുവിനെ മറക്കാനാവില്ലല്ലോ. ഒരു മെക്സിക്കൻ അപാരത, പൂമരം, കണ്ണൂർ സ്ക്വാഡ്, ജനഗണമന, ഹൗ ഓൾഡ് ആർ യു, RDX, ഛോട്ടാ മുംബൈ, സീനിയേഴ്സ് തുടങ്ങി നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മഹാരാജാസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നവർ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ മഹാരാജാസിൽ പഠിക്കുന്ന കൂട്ടുകാർക്കായി ഷെയർ ചെയ്യൂ. പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളും ചിന്തകളുമായി വരുന്നതുവരെ ഇറ്റ്സ് മീ സിന്തോസ്കി സൈനിങ് ഓഫ്.